ഈ കാറ്ററ്റിന്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ അധ്യാപകരെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് ആവട്ടെ, വിദ്യാഭ്യാസ വകുപ്പ് ആവട്ടെ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവട്ടെ, അധ്യാപകർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ക്രിയാത്മകമായ നടപടികൾ ഇപ്പം ഈ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ അടക്കം കൊടുത്തു. അതിന് ശക്തമായ കൂടെ അധ്യാപകർക്കൊപ്പം, അധ്യാപകരുടെ ഏറ്റവും കൂടെ ഇങ്ങനെ ഒരു ഡെമോക്രസിന്റെ വാള് അധ്യാപകർക്ക് മുമ്പിൽ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും അധ്യാപകർക്ക് പ്രതീക്ഷ നൽകുന്നത് സംസ്ഥാന സർക്കാർ അധ്യാപകർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അതേക്കുറിച്ച് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നടപടികളെ കുറിച്ച്? സംസ്ഥാന സർക്കാർ എല്ലാ കാര്യത്തിലും അധ്യാപകരോടൊപ്പം നിന്നിട്ടുണ്ട്. ചെറിയ സർവീസ് കാര്യങ്ങൾ മുതൽ ഇപ്പോൾ ഏറ്റവും ആശങ്കയുള്ള ഈ സമയത്ത് കേരളത്തിൽ അധ്യാപകർക്ക് ആശ്വാസം പകരുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ്. ഉടനെ തന്നെ കോടതി വിധി വന്ന ഉടനെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ റിവ്യൂ പോകും. ആ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഏകദേശം 30 റിവ്യൂ പെറ്റീഷനുകൾ വന്നിട്ടുള്ളത്. അതിൽ 5 സംസ്ഥാന സർക്കാരുകൾ കൊടുത്തിട്ടുള്ളത്. കേരളം, തമിഴ്നാട്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ആന്ധ്ര, ഇത്രയും സംസ്ഥാനങ്ങളാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ 5 സംസ്ഥാനങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കേറ്ററ്റിനെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ കർണാടക കൊടുത്തിട്ടില്ല. ഇവിടെ ഇതിനെതിരെ വലിയ സംസാരിക്കുന്ന BJP-ക്കാരുടെ ആളുകളാണ് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ. ഒരു സംസ്ഥാനവും കൊടുത്തിട്ടില്ല. UP കൊടുത്തിട്ടുണ്ട്, ബാക്കി എവിടെയും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ പാർലമെൻറ്റിൽ എല്ലാ പാർട്ടിക്കാരും ഇതാവശ്യപ്പെട്ടു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു അക്ഷരം വേണ്ടിയില്ല. പക്ഷേ ഈ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. ആ റിവ്യൂ പെറ്റീഷനിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ നമ്മൾ ഉയർന്ന യോഗ്യതയായ സെറ്റ്, നെറ്റ് എന്നിവ ഇതിന് തുല്യമായ ചില ഉത്തരവ് കൊടുത്തിരുന്നത്. കാരണം അത് ഒരു യോഗ്യതാ പരീക്ഷയാണ്. അതടക്കം ഇപ്പോൾ ഈ കോടതി വിധി പ്രകാരം ഇല്ലാതായിരിക്കുകയാണ്. അതടക്കം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള വളരെ സമഗ്രമായ റിവ്യൂ പെറ്റീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ കോടതി ഒരു റിവ്യൂ പെറ്റീഷനും എടുത്തിട്ടില്ല. രണ്ടാമത് ചെയ്തത് അധ്യാപകർക്ക് വേണ്ടി മാത്രം യോഗ്യതാ പരീക്ഷ നടത്തണം എന്ന് KST ആവശ്യപ്പെട്ടു. അതിന് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും നിലവിലുള്ള സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി പ്രത്യേക പരീക്ഷ, അതിന് ചില പ്രശ്നങ്ങളുണ്ട്. അത് ഉന്നയിക്കാൻ കാരണം ടെറ്റ് പരീക്ഷ നടത്തണമെങ്കിൽ ചില നിശ്ചയ യോഗ്യതകൾ വേണം. ഉദാഹരണത്തിന് ടെറ്റ് 1 എഴുതണമെങ്കിൽ +2 വേണം. സർവീസിൽ അധ്യാപകരിൽ +2 ഇല്ലാത്തവർ നിലവിൽ തുടരുന്നുണ്ട്. അവർക്കിനി +2 എടുത്തെഴുതാൻ കഴിയില്ലല്ലോ. അതുപോലെ സ്വന്തം വിഷയത്തിൽ B.Ed ഇല്ലാത്ത ചില ആളുകളുണ്ടാവും. ആ കാലഘട്ടത്തിൽ അത് മതിയായിരുന്നു പോസ്റ്റിങ്ങിന്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അധ്യാപകർക്ക് വേണ്ടി പ്രത്യേക ടെറ്റ് നടത്താൻ ഗവൺമെൻറ് ഉത്തരവായി. അതിന് മുന്നോടിയായി തന്നെ ഫെബ്രുവരിയിൽ ഒരു ജനറൽ ടെറ്റും ഇപ്പോൾ ഇറക്കാൻ തീരുമാനിച്ചു. ഈ 2 ടെറ്റും കഴിയുന്നതോടുകൂടി അധ്യാപകർ ഇപ്പോൾ അതിൻ്റെ വലിയ ഒരുക്കത്തിലാണ്. സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾ അവർക്ക് പരിശീലനങ്ങളും മാതൃകാ പരീക്ഷയും ഒക്കെ നടത്തിക്കൊണ്ട് അവരോടൊപ്പമുണ്ട്, അധ്യാപകരോടൊപ്പം.